നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പീഡനാരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാജ്യസാധ്യത നിഷേധിച്ചില്ല. രാജിക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പ്രതികരിച്ചില്ല. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന് നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത്. മുതിർന്ന നേതാക്കളും MLA-മാരുമെല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. എന്നാൽ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമല്ല. തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്ന ഹൈക്കമാൻഡ് പ്രതികരണത്തിൽ നിന്ന് ദേശീയ നേതൃത്വ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്ന KPCC നേതൃത്വവും രാജ്യസാധ്യത തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. രാഹുലിന്റെ രാജി ആവശ്യത്തിൽ നാളേക്കകം തീരുമാനമുണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആവശ്യം ശക്തമാകുന്ന പക്ഷം സമിതി ഓൺലൈനായി ചേരാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കുന്നതിലൂടെ പ്രതിച്ഛായ സംരക്ഷണത്തിന് ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണങ്ങളെ തുടർന്നുണ്ടായ തിരിച്ചടി രാജിയിലൂടെ മറികടക്കാമെന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ട്. ഹർത്താലും ബന്ധും നടത്താത്ത മാതൃകാ പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ കൊച്ചിയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗുരുതരമായ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാംഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെയും VD സതീശൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ മാതൃകയാണ്. ഹീനമായ ആക്ഷേപങ്ങൾ നേരിടുന്നവരെയും സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് അധികാരസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നുള്ള ബോധപൂർവമായ മാറ്റം. ഇതിലൂടെ രാഷ്ട്രീയ സംസ്കാരത്തെ ഉടച്ചു വാർക്കുകയാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. സമാന വിഷയങ്ങളിൽ എതിർപക്ഷം എന്തു ചെയ്തു എന്ന് നോക്കാതെ കോൺഗ്രസിനും മുന്നണിക്കും പുതുശൈലിയുടെ മേലങ്കി ചാർത്താനും രാഹുലിന്റെ രാജിയിലൂടെ VD സതീശൻ ലക്ഷ്യമിടുന്നുണ്ട്. മാറിയ രാഷ്ട്രീയ സംസ്കാരത്തിന് പുതിയ കാലത്ത് ലഭിക്കുന്ന സ്വീകാര്യത തെരഞ്ഞെടുപ്പുകൾ ഗുണം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. കോൺഗ്രസ് ദേശീയതലത്തിൽ ഉന്നയിക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടും സംസ്ഥാനത്ത് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഇല്ലാതാക്കിയ രാഹുലിനെതിരായ ആരോപണം UDF-നും കോൺഗ്രസിനും തിരിച്ചടിയാണ്. എന്നാൽ തെറ്റു ചെയ്തവരെ പുറന്തള്ളുന്നതിലൂടെ തിരിച്ചടിയെ അനുകൂല ഘടകമാക്കി മാറ്റാനാകുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. UDF-ലെ പ്രധാന ഘടകകക്ഷികൾക്കും സമാന നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും എല്ലാം പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. ഒരു പടി കൂടി കടന്ന് RMP MLA KK രമ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യരായ ആളുകളല്ല എന്ന് തന്നെയാണ്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാലം രാഷ്ട്രീയ നിലപാടുകളെ പൊളിച്ചെഴുതുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വഴിവെക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ ഉയർന്നു വരുന്ന വിഷയങ്ങളെ അതിന്റെ മെറിറ്റിൽ സമീപിക്കുന്നതിനും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതിനും തടസ്സമില്ല എന്ന സതീശൻ ശൈലിയും മൂല്യവത്തായ നേതൃസംസ്കാരത്തിന്റെ തുടർ പരമ്പരയാകുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിൽ KPCC നേതൃത്വത്തിന്റെ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകും. ഹൈക്കമാൻഡുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും ചർച്ച നടത്തി. രാജി വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഗുരുതരമായ പ്രശ്നമായതിനാൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുത് എന്നാണ് ആവശ്യം. R. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ നേതാക്കൾക്ക് ഭിന്നാഭിപ്രായമുണ്ട് എന്നതാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? ചില നേതാക്കൾ മൗനം പാലിക്കുന്നുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള അവർ എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് വിഷയത്തിൽ എത്തിയിട്ട് രാജി എന്ന നിലപാടിലേക്ക് പാർട്ടി പോവുകയാണോ?
അനുജ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ തുടരുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ KPCC നേതൃത്വത്തിലെ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കുന്നതിനോട് വിയോജിപ്പാണ്. എന്നാൽ മറ്റ് നേതാക്കന്മാരെല്ലാവരും രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. MLA-മാരൊക്കെ തന്നെ അത് പരസ്യമായി വ്യക്തമാക്കിയതോടെ ഇനി അക്കാര്യത്തിൽ കാര്യമായ പ്രതിരോധം ചമച്ചിട്ട് കാര്യമില്ല എന്ന വിലയിരുത്തലാണ് നേതാക്കൾക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ കൂടിയാലോചനകൾക്ക് എപ്പോഴൊരു അറുതിയാകും, തീരുമാനം എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ല. ഇന്ന് രാത്രിയോടെ ചർച്ചകൾ പൂർത്തിയാക്കും എന്നാണ് KPCC നേതൃത്വം നൽകുന്ന സൂചന. ഇതിനിടെയാണ് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വരുന്നത്. അടൂർ പ്രകാശിനെ പോലുള്ള UDF അടക്കമുള്ള നേതാക്കന്മാർ ഈ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. ഇങ്ങനെ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിലാണ് KPCC നേതൃത്വത്തിന്റെ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകുമെന്ന സൂചന നമുക്ക് ലഭിക്കുന്നു. ഒരുപക്ഷേ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈനായി യോഗം ചേരുക എന്നുള്ളതാണ്. ഒരു ഏകാഭിപ്രായം ഈ വിഷയത്തിൽ രൂപീകരിക്കുക എന്നതിലേക്ക് KPCC നേതൃത്വം കടക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ആർ ശ്രീജിത്ത് നൽകിയ വിവരം. നിരന്തരമുയർന്ന ആരോപണങ്ങളിൽ ഒന്നിന് മാത്രം മറുപടി പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ട്രാൻസ് വുമൺ അവന്തിക തനിക്കെതിരെ നടത്തിയ ആരോപണം വ്യാജമാണെന്ന് വാർത്താസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവന്തികയും മാധ്യമപ്രവർത്തകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താസമ്മേളനം. അവസാന അടവെന്ന തരത്തിൽ ട്രാൻസ് വുമൺ അവന്തികയ്ക്കെതിരെ ആരോപണമുയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. താൻ കാരണം വിഷമിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞപ്പോൾ പാർട്ടിയെ ഒരുപാട് തവണ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തൽ. നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രതികരിക്കാൻ ധൈര്യമുണ്ടായത് എന്നായിരുന്നു അവന്തികയുടെ മറുപടി. ഞാൻ അന്ന് പേടിച്ചിരുന്നത് കാരണം വെച്ചാൽ ഇതൊരു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്തരത്തിൽ എന്നെ ഇമ്പാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അയാൾ സംസാരിക്കുന്നത് ഏതോ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. എനിക്ക് ആരോപണങ്ങൾക്ക് മുൻപ് അവന്തിക രാഹുലിന്റെ സന്ദേശത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നുവെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും പരിഭവങ്ങളില്ലാതെ പോരാടുന്നുവെന്നും പാർട്ടിയാണ് വലുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സമീകരണ ശ്രമം. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ചതിനിടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉമാ തോമസ് MLA-യും ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കാതെ മഹിളാ കോൺഗ്രസ് വിഷയത്തിൽ പാർട്ടി കൃത്യസമയത്ത് കൃത്യമായ നിലപാടെടുത്തുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP പറഞ്ഞു. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. MLA സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വനിതാ നേതാവെന്ന നിലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതകളുടെ മേലെ ഉണ്ടാകാൻ പാടില്ല. ഇത് തെറ്റാണ്. വനിതകൾ ചിലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വനിതാ നേതാവ് എനിക്ക് വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരത് എന്തായാലും ഒരു നടപടി വേണം. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായ തീരുമാനമാണ് കൃത്യമായ സമയത്തെടുത്തത്. രാഹുലും എടുത്തത് രാജിവെച്ചത് വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീപക്ഷത്ത് തന്നെയാണ്. സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ കൂടി തെളിവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. പോരാട്ടത്തിന് തിരിച്ചടിയല്ലെന്നും UDF എല്ലാം മറികടക്കുമെന്നും PK ഫിറോസ് പറഞ്ഞു. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലി സാഹിബ് തന്നെ കാര്യം പറഞ്ഞല്ലോ. അത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് കൈകാര്യം ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. ഒരു തിരിച്ചടിയില്ല. UDF ഇതിനൊക്കെ മറികടക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും മുഖം മൂടി അണിഞ്ഞ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ DYFI പ്രവർത്തകരുടെ വ്യത്യസ്ത പ്രതിഷേധം. ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലും കയറി
രാഹുൽ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ BJP. രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗികാരോപണത്തിൽപ്പെട്ടു എന്നാണ് പോസ്റ്ററിലുള്ളത്. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. കാസർഗോഡ് കല്യോട്ട് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, പ്രതിഷേധം തുടരുകയാണോ? അനുജ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് സർക്കാർ പരോൾ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. അതായത് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഈ പ്രതിഷേധ മാർച്ച്. അതിനുശേഷം പോലീസ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏച്ചിനടുക്കത്തേക്കാണ് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അതിന് അനുമതി നൽകിയിരുന്നില്ല. പകരം കല്യോട്ട് ടൗണിൽ മാത്രം മാർച്ച് നടത്തിയാൽ മതിയെന്നായിരുന്നു പോലീസിന്റെ ഒരു ഭാഗം. സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് പോലീസ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസിന് നേരെ ചെരുപ്പെറിഞ്ഞു. ഈ ഓലയൊക്കെ, ഈ തെങ്ങിന്റെ ഓലയൊക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് ഈ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. അത് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന്, അതായത് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞ ഭാഗത്തു നിന്ന് കല്യോട്ട് ടൗണിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് നീങ്ങിയിട്ടുണ്ട്. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്ന് പ്രവർത്തകർ പിന്തിരിഞ്ഞിട്ടുണ്ട്. പകരം കല്യോട്ട് ടൗണിൽ ഇപ്പോൾ അവർ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് അവർക്ക് പരോൾ നൽകുന്നു എന്നതാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 2 പേർക്കാണ് പരോൾ നൽകിയിരുന്നത്. 4ാം പ്രതി K. അനിൽകുമാർ, 8ാം പ്രതി സുബീഷ് വെളുത്തോളി എന്നിവർക്കാണ് പരോൾ നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അനുജ, കാസർഗോഡ് കല്യോട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശിയായ 25-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. വയനാട് സ്വദേശി ഇന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 6 പേരും വയനാട് ജില്ലയിലെ 2 പേരുമാണ് ചികിത്സയിലുള്ളത്. രോഗത്തിന്റെ ഉറവിടം വ്യക്തമാകാത്തത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സാമ്പിളുകളുടെ പരിശോധനാ ഫലവും താമരശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ശേഖരിച്ച സാമ്പിൾ ഫലവും ലഭ്യമായിട്ടില്ല. അതേസമയം ഒരു മാസത്തിനിടെ 46 പനിമരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. പനിബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. എലിപ്പനി ബാധിച്ച് 28 പേർ മരിച്ചു. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരായ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് യാത്രയെങ്കിലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിലാണ് ഇന്ത്യ സഖ്യം യാത്ര നടത്തുന്നത്. അരാരിയയിൽ ബുള്ളറ്റ് ഒട്ടിച്ചാണ് പ്രചാരണം. സാധാരണക്കാരുടെ വോട്ട് കൂടി മോഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്നും ആരോപണം. वोट चोर गद्दी चोर, वोट चोर गद्दी चोर, वोट चोर गद्दी चोर. अब चुनाव आयोग जाके इन बच्चों से बात कर ले, पता लग जाएगा. बट बड़ा यूनिक फिनोमेना है, क्योंकि इसका क्या मतलब है कि ये अब बिल्कुल अंदर घुस गया है. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP വക്താവായി പ്രവർത്തിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. ഈ മാസം 17-ന് സസാറാമിൽ നിന്ന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്ര അവസാനിക്കും.
24 ഡൽഹി. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം വിജയകരം. രാവിലെ 6-ന് ശ്രീഹരിക്കോട്ടയ്ക്കടുത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം. ISROയും വ്യോമ നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായാണ് സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത്. ബഹിരാകാശത്ത് നിന്ന് പേടകം തിരിച്ചിറങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേഗം നിയന്ത്രിക്കുന്നതിനുമുള്ള പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം. ബഹിരാകാശ പേടകത്തിന്റെ ഭാരത്തിന് തുല്യമായ 5 ടൺ ഡമ്മി പേലോഡ് കടലിൽ നിന്ന് 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വേർപെട്ട് താഴേക്ക്. ക്രൂ മൊഡ്യൂൾ കമ്പാർട്ട്മെന്റിനുള്ള സംരക്ഷണ കവചമായി 2 പാരച്യൂട്ടുകൾ, വേഗം സ്ഥിരപ്പെടുത്തുന്നതിനും കുറയ്ക്കുന്നതിനുമായി 2 ഡ്രോഗ് പാരച്യൂട്ടുകൾ, പ്രധാന പാരച്യൂട്ടുകളെ സ്വതന്ത്രമാക്കുന്നതിന് മറ്റ് 3 പാരച്യൂട്ടുകൾ, ഇങ്ങനെ 10 പാരച്യൂട്ടുകളാണുള്ളത്. പാരച്യൂട്ടുകൾ പൂർണ്ണമായി തുറക്കാതിരിക്കുന്നതും തുറക്കാൻ വൈകുന്നതുമായ സാഹചര്യങ്ങളിൽ പ്രതിവിധി വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം. ഒരു പാരച്യൂട്ട് മാത്രം തുറക്കാതിരുന്നാലോ 2 പാരച്യൂട്ടുകളും ഒരുപോലെ തുറക്കാതിരുന്നാലോ ഉള്ള അവസ്ഥയും തുറക്കാൻ വൈകുന്ന സാഹചര്യവും പരിശോധിക്കും. ഇനിയും നിരവധി പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓരോ പരീക്ഷണങ്ങളുടെയും പുരോഗതിയും ഫലവും വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ പരീക്ഷണങ്ങൾ നിശ്ചയിക്കുക. പാരച്യൂട്ടുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായതോടെ ദൗത്യത്തിന്റെ നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുകയാണ്. സയൻസ് ഡെസ്ക് 24. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. പത്തനംതിട്ട മുൻ SP VG വിനോദ് കുമാർ മോശം സന്ദേശം അയച്ചുവെന്ന വനിതാ SI-മാരുടെ പരാതി. റേഞ്ച് DIGക്ക് ലഭിച്ച പരാതി പോലീസ് ആസ്ഥാനത്തെ വുമൺ കംപ്ലയിന്റ് സെൽ അന്വേഷിക്കും. പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആരോപിച്ച് VG വിനോദ് കുമാർ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്ന 2 വനിതാ SI-മാരാണ് പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെ പരാതിയുമായി എത്തിയത്. IPS ഉദ്യോഗസ്ഥൻ മോശം പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ അയച്ചെന്നാണ് പരാതി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കുന്ന DIG അജിതാ ബിഗത്ത് നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. 2 പേരും പരാതിയിൽ ഉറച്ചുനിൽക്കുകയും മൊഴി നൽകുകയും ചെയ്തതോടെ പോഷ് നിയമപ്രകാരം അന്വേഷിക്കാൻ അജിതാ ബീഗം പോലീസ് മേധാവിക്ക് ശുപാർശ ചെയ്തു. പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് വിമൻ കംപ്ലയിന്റ് സെൽ അധ്യക്ഷയായ SP മിറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൈമാറി. വനിതാ SI-മാരുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് വിനോദ് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന പരാതി. മോശം സന്ദേശം അയച്ചിട്ടില്ലെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സർ പ്രജിൻസി കണ്ണൻ ചെയ്യും.